ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വരാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ലോക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ഗവൺമെൻറ് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം. പക്ഷെ അപ്പം നമ്മൾ പുറത്തിറങ്ങി കഴിച്ചിരുന്ന നമ്മുടെ ടേസ്റ്റുകളുണ്ട്, രുചികളുണ്ട്, അതൊക്കെ നമ്മുടെ നാവിന് അന്യം നിന്ന് തുടങ്ങി. അപ്പോൾ അതുപോലത്തെ ഒരു റെസിപ്പി ആയിട്ട് ഇന്ന് വരികയാണ്. നമ്മൾ ഓണിയനും ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓണിയൻ റിംഗ് ആണ്. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. മാത്രമല്ല, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഒരു കപ്പ് മൈദ പൊടി എടുത്തിട്ടുണ്ട്. കടലമാവ് ചേർത്ത് നമ്മൾ ഇതിനകത്ത് 1:2 എന്നുള്ള റേഷ്യോയിൽ മൈദയും കടലമാവും ചേർത്തു. അതിനകത്തേക്ക് നമ്മൾ ഉപ്പ്, ടേസ്റ്റിനുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്തു. ഒരു ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവിനുള്ള പാകത്തിൽ ചേർത്തു. സ്വല്പം അതിൽ 2 പിഞ്ച്, അതൊരു 1/4 സ്പൂൺ വരാവുന്ന രീതിയിൽ ബേക്കിംഗ് സോഡ ചേർത്തു. ഒരു ഫ്ലേവർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പാകത്തിന് നമ്മൾ കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തു. എന്നിട്ട് ഇതിൽ വിസ്കും കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് നമ്മളിതിനെ പേസ്റ്റ് ആക്കാൻ പോകും. നമ്മുടെ നമുക്ക് ഇതിനെ പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ റെഡിയാക്കി നമ്മൾ ഇതിനെ ഒന്ന് ഈ പൊടിയിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ തയ്യാർ ചെയ്തിട്ടുള്ള ഈ മാവിനകത്തേക്ക് ഓക്കെ, നമ്മുടെ ഓണിയൻ റിംഗ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ശരിക്കും അടിപൊളിയായിട്ട് നല്ല രുചിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് പറ്റിയ ഒരു സ്നാക്കാണത്. സൂപ്പർ കോമ്പിനേഷൻ. ചായയും ഓണിയൻ റിംഗും അടിപൊളിയാണ്. നിങ്ങളിത് എല്ലാവരും വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ 4 മണിക്കുള്ള ചായയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇടനേരങ്ങളിലോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങളത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക, ഓൾ എന്നുള്ള ബട്ടണിൽ അമർത്തുക, ബെല്ലൈക്കൺ ഓൾ ഇതിലൊക്കെ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതുക. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വളർച്ച. നമ്മൾക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. താങ്ക് യു.